അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എൻ്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, അല്ലാഹു നമ്മുടെ ഇരുത്തവും പറയലും കേൾക്കലുമെല്ലാം ഒരു സൽപ്രവർത്തനമാക്കി അല്ലാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീട്, ആ വീട്ടിൽ എല്ലാത്തിലും ബറക്കത്തുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അത് ഉമ്മയായാലും വാപ്പയായാലും മക്കളായാലും എല്ലാവരും നമ്മൾ ആഗ്രഹിക്കുക, ഉസ്താദെ വീട്ടിൽ ബറക്കത്തുണ്ടാകണം ദ്വാരക്ക്. നമ്മൾ ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനലിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ എടുത്തു നോക്കിയേ, എത്രയോ ഉമ്മമാർ, എത്രയോ ഉപ്പമാർ, എത്രയോ സഹോദരങ്ങൾ കമന്റിലൂടെ ആരാണെന്ന് പോലും അറിയില്ല, അവർക്ക് നമ്മളുമായി വ്യക്തിബന്ധങ്ങളില്ല, എന്നാലും ദുആവസിയത്ത് ചെയ്യുമ്പോൾ വീട്ടിൽ ബറക്കത്ത്, കച്ചവടത്തിൽ ബറക്കത്ത്, മക്കളിൽ ബറക്കത്ത്, ഈ ബറക്കത്ത് ആഗ്രഹിക്കാത്തവരാരുമില്ല. എന്നാൽ നമ്മുടെ വീടിന്റെ ബറക്കത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഉറവിടം, ഒരു സ്രോതസ്, അത് നമ്മുടെ വീടിന്റെ അടുക്കളയാണ്. നമ്മുടെ വീടിന്റെ അടുക്കളയാണ്. അതൊരു ചെറിയ എന്താ പറയാ, വർക്ക് ഏരിയ എന്നൊക്കെ നമ്മൾ പറയുന്ന ചെറിയൊരു അറ പോലെ, ഒരു മുറി പോലെയാണെങ്കിലും ശരി, അടുക്കള ബറക്കത്താണ്. വീടിന്റെ അടുപ്പ് ബറക്കത്താണ്. അത്തനൂറ് ബറക്ക. അടുപ്പ് കത്തിക്കപ്പെടുന്ന അല്ലെങ്കിൽ തീ കത്തിക്കപ്പെടുന്ന അടുപ്പ്, അത് ഗ്യാസ് ആകട്ടെ, സ്റ്റൗ ആകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അടുപ്പ് ബറക്കത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ വീട്ടിൽ ബറക്കത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിൽ ഏറ്റവും പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ അള്ളാഹ്ന് ഇഷ്ടപ്പെട്ട അമലുകളിൽ ഏറ്റവും നല്ലത് ഭക്ഷണം കൊടുക്കലാണ്. ഇത്ആമുത്ആം, ഭക്ഷണം കൊടുക്കാൻ വലിയ പ്രതിഫലമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കുന്നതിന് ആരെങ്കിലും ആഗതരായി, നബിയെ, അള്ളാഹിന്റെ റസൂലെ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, എനിക്കല്പം ഭക്ഷണം തരണമെന്ന് ചോദിച്ചാൽ നിബിതങ്ങൾ ചോദിക്കുക, ആരാണ് ഭക്ഷണം കൊടുക്കാമെന്നല്ല, ആരാണ് ഭക്ഷണം കൊടുക്കാമെന്നല്ല, നിബിതങ്ങൾ ചോദിക്കുക, ആരാണ് സ്വർഗത്തിന് ഇടനേടാൻ ആഗ്രഹമുള്ളത്? ഈ മനുഷ്യന് ഭക്ഷണം കൊടുത്താൽ സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കാമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്തേ? ഭക്ഷണം കൊടുത്താൽ സ്വർഗമുണ്ട്, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, ഉമ്മു സലീം റളിയല്ലാഹു അൻഹയുടെയും ചരിത്രം ഇസ്ലാമിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. നബി തങ്ങളുടെ പള്ളിയിലേക്ക് ഒരാൾ വിശപ്പ് സഹിക്കവയ്യാതെ കടന്നു വന്നപ്പോ, ആരുണ്ട് ഈ മനുഷ്യന് ഭക്ഷണം കൊടുക്കാനെന്ന് ചോദിച്ചപ്പോ അബൂ സലമ റളിയല്ലാഹു അൻഹു കൈ ഉയർത്തിയിട്ട്, നബിയെ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. ചരിത്രം പറയലല്ല ഇവിടെ ലക്ഷ്യം. കൊണ്ടുപോയി വീട്ടിൽ ഭക്ഷണമൊന്നുമില്ല, കുഞ്ഞിന് കൊടുക്കാൻ വെച്ചിരുന്ന ചെറിയൊരു ഭക്ഷണം മാത്രമേ ഉള്ളൂ. അവസാനം ചരിത്രത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, വിളക്ക് കെടുത്തിയിട്ട് അതിഥിക്ക് ഭക്ഷണം കൊടുത്ത് വീട്ടിലുള്ളവർ പട്ടിണി കിടന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ചരിത്രം ഭക്ഷണം കൊടുക്കലാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചുരുക്കത്തിൽ ഇസ്ലാമിൽ അള്ളാഹിന്റെ റസൂലിനോട് പലപ്പോഴും വന്ന് ചോദിച്ചിട്ടുണ്ട്, അള്ളാഹിന്റെ റസൂലെ, അയ്യുൽ അഅ്മാൽ അഫ്ളലു ഫീ ദീനിൽ ഇസ്ലാം, ഇസ്ലാമിൽ ഏറ്റവും പവിത്രമായ ശ്രേഷ്ഠമായ പ്രവർത്തനം എന്താണ്? നബി തങ്ങൾ ഹജ്ജ് പറയാമായിരുന്നു, നോമ്പ് പറയാമായിരുന്നു, ഖത്മ പറയാമായിരുന്നു, നിസ്കാരം പറയാമായിരുന്നു. ഇതെല്ലാം പ്രതിഫലാർഹമായ പടച്ചവന്റെ ദീനിന് മുതൽക്കൂട്ടാകുന്ന നമുക്ക് സ്വർഗത്തിന് നിദാനമാണെങ്കിലും നബി തങ്ങൾ പല സന്ദർഭങ്ങൾ പറഞ്ഞു, ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം കൊടുത്ത് നമുക്ക് ഭക്ഷണം കഴിച്ചാലാണ് ആരോഗ്യം ഉണ്ടാവും. ആരോഗ്യം ഉണ്ടാകുമ്പോഴേ ഈ പറഞ്ഞ നിസ്കരിക്കാൻ പറ്റൂ, ഈ പറയുന്ന പോലെ നോമ്പെടുക്കാൻ പറ്റൂ, ഈ പറഞ്ഞ പോലെ ഹജ്ജിന് പോകാൻ പറ്റൂ. അപ്പൊ എന്തിനു വേണം? ഭക്ഷണം നമുക്ക് ആവശ്യമാണ്. പറഞ്ഞു വരുന്നത്, നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കൽ അത് വലിയ ബറക്കത്തിന്റെ ഉറവിടമാണ്, അവിടെ വലിയ സന്തോഷമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഉമ്മമാരോടാണ്, സഹോദരങ്ങളോടാണ്, അല്ലെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രവാസികളോടാണ്. റൂമിൽ അവരായിരിക്കും ഭക്ഷണം വെക്കുക, 5-6 പേരുണ്ട്, ഓരോ ദിവസവും ഓരാനാണ് ഭക്ഷണത്തിന്റെ ഡ്യൂട്ടി. അങ്ങനെയുള്ളവരായിക്കോട്ടെ, ആരായിക്കോട്ടെ, ഭക്ഷണം വെക്കുന്നവർ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന നേട്ടങ്ങളെ പറ്റി മഹാരഥന്മാർ രേഖപ്പെടുത്തുന്ന 7 നേട്ടങ്ങൾ അവർക്കുണ്ട്. ഒന്നാമത്തത്, ഫുഡ് ഉണ്ടാക്കുന്ന വീട്ടിൽ ബറക്കത്തുണ്ട്. ഇന്ന് വീട്ടിൽ ബറക്കത്തില്ല. എന്തേ കാരണം? കുഴിമന്തി കഴിക്കാൻ പോവാ, അൽഫാം കഴിക്കാൻ പോവാ, പോണ്ടാന്നല്ല, ഷവർമ കഴിക്കാൻ പോവാ, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിപ്പില്ല, പുറത്താണ് കഴിപ്പ്. പുറത്താണ് ഭക്ഷണം. എല്ലാം ഇന്ന് ഔട്ട് ഓഫ് ആയി, എല്ലാം വീട്ടിന്റെ പുറത്തായി, എല്ലാം അല്ലേ, എല്ലാം ഔട്ടിങ്ങിനാണ്. രാവിലെ ഒരു സ്ഥലം, ഉച്ചയ്ക്ക് ഒരു സ്ഥലം, കറങ്ങലാണ്. വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യലില്ല. ആ വീട്ടിൽ ബറക്കത്തില്ല. ഭക്ഷണം പാകം ചെയ്യുന്ന വീടുണ്ടോ, ആ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുമ്പോൾ ചില ആളുകൾ, സദാ പുറത്ത് ഭക്ഷണം കഴിക്കണ്ടെന്ന് ഞാൻ പറയണില്ലപ്പ, അതൊക്കെ നിങ്ങളുടെ പൈസയും അത് ഹലാലായ സമ്പത്താണോ എന്നും ഭക്ഷണമാണോ എന്നും, അത് മാത്രമല്ല ആ ഭക്ഷണം കഴിക്കാൻ പോകുന്ന രീതികൾ എങ്ങനെയൊക്കെയാണെന്നും, ഭക്ഷണം കഴിക്കേണ്ട സമയം എന്തൊക്കെയാണെന്നും, ഭക്ഷണം എന്തൊക്കെയാണ് കഴിക്കണം, അതൊക്കെ നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണവും ബന്ധപ്പെട്ട കാര്യം. നമ്മുടെ ചർച്ച വിഷയമേ അല്ല, ഞാൻ അവസരോചിതമായി പറഞ്ഞു എന്ന് മാത്രം. ഭക്ഷണം ഉണ്ടാക്കുന്ന വീട്ടിൽ ബറക്കത്തുണ്ട്. ആ വീട്ടിൽ ബറക്കത്ത്, ഒരു വീട്ടിൽ ബറക്കത്ത് വേണോ, ഭക്ഷണം ഉണ്ടാക്കുന്ന വീടായിരിക്കണം.
ഏതെങ്കിലും ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കും. ഉണ്ടാക്കാത്ത വീടില്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ആ വീട്ടിൽ ബറക്കത്തുണ്ട്. രണ്ടാമത്തത് ജോലിയിൽ ബറക്കത്തുണ്ടാകും. ആ വീട്ടിന്റെ വരുമാന മാർഗത്തിൽ ബറക്കത്തുണ്ടാകും. എങ്ങനെയാ? ആ ജോലിയിൽ നിന്നുണ്ടാകുന്ന സമ്പത്ത് കൊണ്ടാണ് ഭക്ഷണത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങുക. ആ ഭക്ഷണം കൊണ്ടുവന്നാണ് പാകം ചെയ്യുക. അത് കഴിച്ചിട്ടാണ് ഇബാദത്തിന് ആരോഗ്യം ഉണ്ടാകുക. അപ്പൊ ഭക്ഷണം ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാകണം? സമ്പത്ത് ഉണ്ടാകണം. അതിൽ അല്ലാഹ് ബറക്കത്ത് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ റബ്ബിന്റെ ഇഷ്ടമാണ്, അള്ളാന്റെ ഇഷ്ടം. ഒരാൾക്ക് ഭക്ഷണം കൊടുക്കൽ അള്ളാഹിന് വലിയ ഇഷ്ടമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അതിഥി സൽക്കാരം പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വിശദീകരിക്കുന്നില്ല. ഇതൊക്കെ റബ്ബിന്റെ ഇഷ്ടം കിട്ടാൻ കാരണമാണ്. ഭക്ഷണം കൊടുക്കൽ വലിയ അള്ളാഹിന് ഇഷ്ടമാണ്. നാലാമത്തത് മഹാരഥന്മാർ പറയുന്നു, സുന്നത്തിനെ ജീവിപ്പിക്കലാണ്. നബിതങ്ങൾ പറഞ്ഞു ഭക്ഷണം കൊടുക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണല്ലോ. സ്വഹാബത്ത് അങ്ങനെയാണ്. അവർ ഈ തപ്പടത്തിന്റെ ഒരു കഷണം കിട്ടിയാൽ അതിനെ നാലാക്കി 4 പേർക്ക് കൊടുക്കും. കാരണം അങ്ങനെയാണ്. ഭക്ഷണത്തിന് വല്ലാത്ത ശ്രേഷ്ഠതയുണ്ട്, മഹത്വമുണ്ട് എന്ന് സ്വഹാബത്തിനറിയാം. അവൻ ഇസ്ലാമിന്റെ സുന്നത്താണ് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കൽ. ആ സുന്നത്തിനെ ജീവിപ്പിച്ച കൂലി നമുക്ക് കിട്ടും. അഞ്ചാമത്തത് മലക്കുകളുടെ സാന്നിധ്യം വീട്ടിലുണ്ടാകും. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുകയാണ്, വാപ്പയും ഉമ്മയും മക്കൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരുമിച്ചിരുന്ന് വീട്ടിൽ ഭക്ഷണം കഴിച്ചാൽ ആ വീട്ടിൽ റഹ്മത്തിന്റെ മലക്കുകൾ വരുമെന്നും അവരുടെ സന്ദർശനം ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകളെ സന്തോഷിപ്പിച്ച മലക്കുകൾക്ക് നമുക്കൊരു സ്നേഹം ഉണ്ടാവൂലേ? മലക്കുകൾ വീട്ടിൽ ബറക്കത്തിനുണ്ട് ദ്വാരക്കൂലേ? മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകൂലേ? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും. അതുപോലെ ആറാമത്തത് മുഅ്മിനീങ്ങളുടെ ദുആ ഉണ്ടാകും. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്നു, നമ്മൾ ഭക്ഷണം കൊടുത്തു, ഉള്ളതാകട്ടെ, നെയ്ച്ചോറും ബിരിയാണിയും ബീഫും മന്തി ഒന്നും കൊടുക്കണമെന്നില്ല, ചോറും ചമ്മന്തി ഉള്ളൂ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പപ്പടേ ഉള്ളൂ, ചോറും മതി. കൊടുക്കാനുള്ള മനസ്സ് അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഭക്ഷണം കൊടുത്തു, മനുഷ്യൻ കഴിച്ച് വിശപ്പാറി ചിലപ്പോൾ അഭിമാനം കൊണ്ട് ചോദിക്കുന്നില്ല, അഭിമാനത്തിന് മോശം കരുതുമെന്ന് കരുതി ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, വിശപ്പുണ്ട്, ചോദിച്ചിട്ടില്ല, നമ്മൾ അറിയാതെ ഭക്ഷണം കൊടുത്തു, മതി വരുവോളം കഴിച്ചു, അൽഹംദുലില്ലാ. ആ ഒരു ഹംദ് മതി നമ്മുടെ വിഷമങ്ങൾ മാറാൻ. ആ പ്രാർത്ഥനയിൽ മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏഴാമത്തത് സ്വർഗ്ഗത്തിൽ ഉന്നത സ്ഥാനം. എങ്ങനെയാണ്? വീട്ടിൽ മക്കളുണ്ടെന്ന് വിചാരിക്കുക, മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. വെളിയിൽ നിന്ന് അതും ഇത് വാങ്ങിക്കൊടുത്താൽ പോരാ. മക്കളോട് മോനെ കുട്ടിക്ക് എന്താ വേണ്ടേ, അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കുന്നവർക്ക് സ്വർഗ്ഗത്തിൽ ഒരു സ്ഥാനമാനങ്ങളെല്ലാം മാറ്റിവെച്ചിരിക്കുന്നതാണ്. കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിച്ചാൽ സ്വർഗ്ഗത്തിൽ ഉന്നത സ്ഥാനമുണ്ട്. അത് നമുക്ക് കിട്ടും. അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 7 നേട്ടങ്ങൾ കിട്ടാൻ എന്ത് വേണം? 5 കാര്യങ്ങൾ ഓർക്കണം. 5 കാര്യം ഓർത്തവർക്കാണ് 7 കാര്യങ്ങൾ കിട്ടുള്ളൂ. ഏതാണ്? ഒന്നാമത്തത് നീയത്താണ്. നല്ല നീയത്തായിരിക്കണം. പണ്ടാരം ഇവിടെ ജോലി ചെയ്ത മടുത്ത് ഗതികേട്, വീട്ടിൽ എത്രയോ നല്ല നല്ല ആലോചനകൾ വന്നതാണ്. ഈ മനുഷ്യനെ തന്നെ കെട്ടിയല്ലോ റബ്ബേ. പലപ്പോഴും പറയാം, തമാശയ്ക്കാണ്, പറയാൻ പാടില്ല. എന്റെ പ്രിയമുള്ളവരെ, ഭർത്താവിന് ഖിദ്മത്തിൽ ഏറ്റവും നല്ല പ്രതിഫലമാണ്. നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ഓൺലൈൻ മജ്ലിസുകൾ ധാരാളമുണ്ട്. അത് വേണ്ടാന്നല്ല, അതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ വേണ്ട കാര്യം. വിമർശിക്കുന്നവരുണ്ട്, അതൊക്കെ വേണം. ഞാനൊരു ആത്മീയ മജ്ലിസ് നേതൃത്വം കൊടുക്കാൻ തയ്യാറാണ്. ബദറൻ തീരമെന്ന ആത്മീയ മജ്ലിസ്. നിങ്ങൾ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഭർത്താവ് ഇശാംസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വന്നപ്പോൾ പറയാണ്, എടേ എനിക്ക് ഗ്ലാസ് വെള്ളം തന്നെ. പറയാണ്, മനുഷ്യ അസ്മാഉൽ ഹുസ്ന ഓതിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ, അവിടെ ജഗ്ഗിലിരിപ്പോൾ എടുത്ത് കുടിച്ച പാടില്ല. നീ ചെയ്യുന്ന അസ്മാഉൽ ഹുസ്ന അള്ളാഹുവിന്റെ റഹ്മത്തിന് പകരം കോപമുണ്ടാകുമെന്ന് മഹാരഥന്മാർ. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്, സൂറത്തു മുൽക്ക്. ഖബറിലെ ശിക്ഷ രക്ഷപ്പെടാൻ സൂറത്തു മുൽക്ക് ഓതിക്കൊണ്ടിരിക്കുക. ഭർത്താവ് നോദിക്കാണ്, എടിയെ തലവേന എടുക്കുന്നത് വെറുഞ്ചായിട്ട് തന്നെ, കട്ടൻ ചായ തന്നെ. മനുഷ്യ ഫ്ലാസ്കിൽ ഇരിപ്പുണ്ട്, എടുത്ത് കുടിച്ചേ. ഞാൻ ഖുർആൻ ഓതുന്നുണ്ടില്ലേ, പാടില്ല. അവിടെ അടച്ചു വെക്ക്, എന്നിട്ട് ഭർത്താവിന് ഖിദ്മത്ത് എടുക്ക്, എന്നിട്ട് നീ വന്നിരുന്നോത്. അള്ളാഹു ഇരട്ടി പ്രതിഫലം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഇടങ്ങേറാക്കണ കെട്ടിയമാരുണ്ട്. യാസീൻ ഓതാണ്, 2 മുബീനെത്തുമ്പോൾ ചായ വേണം. 4ാമത്തെ മുബീനെത്തുമ്പോൾ പറയും, എടിയത്ത് വിക്സിങ് എടുത്തേ. 5ാമത്തെ മുബീനെത്തുമ്പോൾ എടിയ വാസ്ലിനെ എടുത്തേ. ഇങ്ങനെ എപ്പോഴും ഇടങ്ങേറാക്കണം. അതല്ല, അത് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യം. ഭർത്താവിന് ഖിദ്മത്ത് എടുക്കലാണ് വേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, നല്ല നീയത്ത് പടച്ചവനെ, എന്താണ് ഞാൻ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ അള്ളാഹുവിന്റെ കുട്ടികൾ സ്വാലിഹാകണം, ആരോഗ്യം ഉണ്ടാകണം. അവർക്ക് അതുകൊണ്ട് ദീന് ഖിദ്മത്ത് എടുക്കാൻ കഴിയണം, നിസ്കരിക്കണം. നല്ല നീയത്തോടു കൂടി ഭക്ഷണം പാകം ചെയ്താൽ ഈ പറഞ്ഞ 7 പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. രണ്ടാമത്തത് ബിസ്മി പതിവാക്കുക, നിത്യമാക്കുക. വെള്ളം എടുക്കുമ്പോൾ, പൈപ്പ് തുറക്കുമ്പോൾ, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും, പാത്രം എടുക്കുമ്പോൾ, സ്പൂൺ എടുക്കുമ്പോൾ, ഉപ്പെടുക്കുമ്പോൾ, പഞ്ചസാര എടുക്കുമ്പോൾ ബിസ്മി പറയേ. ഇതിൽ ബറക്കത്തുണ്ട്. നേരത്തെ പറഞ്ഞ 7 പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. രണ്ടാമത്തത്. മൂന്നാമത്തെ ശ്രദ്ധിക്കാനുള്ള കാര്യം, വസ്ത്രം ധരിക്കുന്ന വിഷയമാണ്. ഉമ്മമാര് വീട്ടിൽ, ഭർത്താവ് ജോലിക്ക് പോകണം, മക്കൾ പഠിക്കാൻ പോകണം, ഭാര്യ മാത്രമേ വീട്ടിലുള്ളൂ, ഉമ്മ മാത്രമേ വീട്ടിലുള്ളൂ. ഇനിയിപ്പോൾ ആരപ്പോൾ ശ്രദ്ധിക്കാൻ? തട്ടൊക്കെ എടുത്ത് ദൂരെ എറിഞ്ഞു, ഷാൾ എടുത്ത് ദൂരെ എറിഞ്ഞു, ചൂടാണ്, പ്രശ്നമാണ്, ഓടിപ്പാടി അടക്കണം.
ആരുമില്ല, മലക്കുകളില്ലേ. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഒരു ഇസ്ലാമിന്റെ വേഷം എന്ന് പറഞ്ഞ് ഉസ്താദ് പറഞ്ഞതിക്ക് വേഷം ഇസ്ലാമിന്റെ വേഷം ആയിക്കോട്ടെ എന്ന് കരുതി വെളിയിലേക്ക് പോകുന്ന പോലെ പറുദയും നിഖാബും ബുറുക്കയൊക്കെ വാരിയിട്ട് കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ട് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യാണ്. അപ്രതീക്ഷിതമായി കെട്ടി വന്നപ്പോൾ പറുദയിട്ട ഒരാൾ അടുക്കളയിൽ നിൽക്കാണ്. അള്ളാഹുവെ കള്ളം കയറി എന്ന് പ്രശ്നം അതല്ല, അങ്ങനെ ഉണ്ടെന്നല്ല. വേഷം മാന്യമായ വേഷം ധരിക്കണം, മുടിയൊക്കെ മറയ്ക്കണം. പലപ്പോഴും ഭക്ഷണത്തിൽ മുടി കിട്ടുന്ന പ്രശ്നത്തിൽ എത്രയോ കുടുംബകലങ്ങളുണ്ട്. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭർത്താവ് ഇങ്ങനെ ചോറെടുത്തവ ചോറിൽ മുടി പാത്രത്തോടെ വലിച്ചെറിയണം. ഭർത്താക്കന്മാരെ പാടില്ല പാടില്ല പാടില്ല. പലപ്പോഴും പല സന്ദർഭങ്ങളിലും പല വീട്ടു പ്രശ്നങ്ങളാണ്. നമ്മൾ മുടി കണ്ടു, നമ്മുടെ മുടിയാണ് ചോറി കണ്ടെങ്കിൽ ഉദാഹരണം പറഞ്ഞുതരാം. സഹോദരിമാർ ശ്രദ്ധിക്കണം, അത് വേറെ കാര്യം. മറ്റൊരു വിഷയം പറഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ഒരു മുടി, പെണ്ണിന്റെ മുടിയല്ല, പെണ്ണിന്റെ മുടി നീളമുള്ളല്ലോ, ചെറിയ മുടി കിട്ടിയെന്ന് വിചാരിക്കുക. നിങ്ങളായിരിക്കും നിങ്ങളെ മുടിയെന്ന് വിചാരിക്കുക. നിങ്ങൾ ഭാര്യയോട് വഴക്കിട്ടിട്ട് കാര്യമുണ്ടോ? അപ്പൊ നിങ്ങൾ സ്വാഭാവികം മനഃപൂർവ്വം നമ്മുടെ ഭാര്യമാരെ ചോറ്റിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ മുടിയിടൂലല്ലോ, അശ്രദ്ധമായി പറ്റിപ്പോകുന്നതാണ്. നമ്മൾ എന്ത് വേണം? ആ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം സാവധാനം മൈൻഡൊക്കെ റിലാക്സ് ആയിരിക്കുമ്പോൾ പറയണം, ഇടിയേ ഇന്നലെയും ചോറ് കഴിച്ചപ്പോൾ മുടി ഉണ്ടായിരുന്നു കേട്ടോ, ഇനി ശ്രദ്ധിക്കണം കേട്ടോ. എന്ത് സന്തോഷമാവും നോക്കിയേ. പിന്നെ അത് ശ്രദ്ധിക്കൂലേ? അത് ശ്രദ്ധിക്കും. ഇത് ചോറ് കഴിക്കുമ്പോൾ മുടി കിട്ടിയാൽ പിന്നെ ഭക്ഷണം വാരി എറിയലാണ്, ബഹളാണ് അവിടെ, ബദർ യുദ്ധമാണ് അവിടെ. എന്തിനാപ്പാ? മനഃപൂർവ്വം ആരും ചോറിന്റെ കൂടെ ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടി ബറക്കത്തിന് എന്റെ മുടിയിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബറക്കത്തായ മുടി ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വേവിക്കോ? ഉപ്പമാരെ പറ്റിപ്പോകുന്നതാണ്. അപ്പൊ ഉമ്മമാരെന്ത് വേണം? അത് ശ്രദ്ധിക്കണം. അപ്പൊ ഇസ്ലാമിക മാന്യമായ വേഷം ധരിച്ച് മുടിയൊക്കെ മറച്ച് കണ്ണ് കാണാത്തവരുടെ മുന്നിൽ പോലും ഫാത്തിമ ബീബി മുഖം മൂടിയെന്നാണ് ഇസ്ലാമിന്റെ ആ ഒരു മാതൃക ഞാൻ പറഞ്ഞെന്ന് മാത്രം. അപ്പൊ എന്ന് കരുതി കണ്ണും മൂടിക്കെട്ടി വേവിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. മുടിയൊക്കെ ഒതുക്കി വെച്ച് ആ മുടിയൊക്കെ ഒന്ന് മറച്ച് ഭക്ഷണം പാകം ചെയ്യുക. അതോടൊപ്പം നാലാമത്തത്, ഭക്ഷണം പാകം ചെയ്യുമ്പോൾ പാകം ചെയ്യുന്നതിന് മുമ്പ് ഒരു ആയത്തുൽ കുർസി ഓതിയാൽ ആ ഭക്ഷണത്തിൽ കൈപുണ്യം ഉണ്ടാകുന്നതാണ്, ടേസ്റ്റ് കൂടുതൽ ഉണ്ടാകുന്ന മഹാരഥന്മാർ പറയുന്നുണ്ട്. ഓതാൻ കഴിയില്ല, സ്വലാത്ത് ചൊല്ലാം. ആയത്തുൽ കുർസി ഓതാൻ കഴിയില്ല, സ്വലാത്ത് ചൊല്ലാം. അതുപോലെ അഞ്ചാമത്തത് വൃത്തി ഉണ്ടായിരിക്കുക. പാത്രങ്ങൾ എടുക്കുമ്പോൾ കഴുകണം. നമ്മൾ കഴുകിയിട്ടാണ് വെച്ചത്, സ്പൂൺ കഴുകിയിട്ടാണ് നമ്മൾ തൂക്കിയിട്ടത്. സെൽഫിൽ ഹൂക്കിൽ നമ്മൾ തൂക്കിയിട്ടു. രാവിലെ എടുക്കുമ്പോൾ ഇന്നലെ കഴുകിയെന്നോർത്ത് കഴുകാതെ എടുത്ത് ഉപയോഗിക്കരുത്. പല്ല് വന്ന് നക്കും, പാറ്റ വന്ന് നക്കും, ഒക്കെ കഴുകിയതാണ് എങ്കിലും ഒന്ന് കഴുകാം. അതുപോലെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക. അതുപോലെ കഴുകുമ്പോൾ ബിസ്മി ചൊല്ലി കമഴ്ത്തി വെക്കുക. പാത്രങ്ങളൊക്കെ മൂടി വെക്കുക. ഇതൊക്കെ വൃത്തി ഇസ്ലാമിൽ പ്രാധാന്യമാണ്. ഈ 5 കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പായും നേരത്തെ പറഞ്ഞ 7 പ്രതിഫലം നിങ്ങൾ കിട്ടും. അതോടൊപ്പം അടുപ്പ് കത്തിക്കുന്നതിന് മുമ്പ് സൂറത്തുൽ ഖുറൈശ്, ഈലാഫി ഖുറൈശ് എന്ന് പറയുന്ന സൂറത്ത് 3 വട്ടം നിങ്ങൾ പാരായണം ചെയ്താൽ ഉറപ്പായും ആ വീട്ടിൽ അന്നത്തെ ദിവസം ബറക്കത്തിന്റെ വലിയ പേമാരിയായിരിക്കുമെന്നാണ്. ഭക്ഷണത്തിൽ, ജീവിതത്തിൽ, കാര്യങ്ങളിലൊക്കെ വലിയ ബറക്കത്താണ്. ഖുർആൻ കൊണ്ട് തുടങ്ങി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നല്ലത് പഠിക്കാനും നല്ലത് പകർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി ഇൻഷാ അല്ലാഹ് വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അറിവ് പകർത്തൽ മറ്റുള്ളവർക്ക് എത്തിക്കൽ സ്വതക്കയാണ്. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോ രാവിലെയും ദിക്ർ സ്വലാത്ത് ദുആയുടെ ഒരു വീഡിയോ വൈകുന്നേരം എല്ലാ ദിവസവും മുടങ്ങാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിലേക്ക് എത്തുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം വിനീത നേതൃത്വം കൊടുക്കുന്ന മജ്ലിസ് ബദറിൻ തീരം എന്ന ആത്മീയ മജ്ലിസ് രാത്രി 9 മണിക്ക് ഹബ്ദാദ് റാത്തീബും തിബ്ബ് സ്വലാത്തും അസ്മാഹുൽ ഹുസ്നയും മഹാന്മാരുടെ ചരിത്രം പാടിപ്പറയലുമായി ആയിരങ്ങൾ സംഗമിക്കുന്ന മഹത്തരമായ ഒരു മജ്ലിസാണ് ബദറിൻ തീരം എന്ന്. അൽഹംദുലില്ലാ. ഏകദേശം 950ഓളം വേദി എത്തി നിൽക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിലേക്കും നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ബദറിൻ തീരം എന്നാണ് ആ മജ്ലിസിന്റെ പേര്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.